അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുടെ വീഡിയോ സിയാർത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പാലക്കാട് കോഴിക്കോട് ദേശീയ പാതക്കരികിൽ പെരിന്തൽമണ്ണയുടെയും മണ്ണാർക്കാടിൻ്റെയും ഇടയിലുള്ള നാട്ടുകൽ എന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു മഖാമുണ്ട്, നാട്ടുകൽ മഖാം. അവിടേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. ഇവിടെ വളർന്നു വരുന്ന ഒരു കല്ലുള്ളത് കൊണ്ടാണ് നാട്ടുകൽ എന്ന പേര് ഈ പ്രദേശത്തിന് ലഭിച്ചത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ പേര് അബൂ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ്. ഒരു സൂഫി വര്യൻ ഇങ്ങോട്ട് വരികയും വളർന്നതു മതി എന്ന് പറഞ്ഞ് ആ കല്ലിൽ അടിക്കുകയും അതോടെ വളർച്ച അവിടെ നിൽക്കുകയും ചെയ്തു. ആ സൂഫി വര്യൻ മഹാനായ മമ്പുറം തങ്ങളാണെന്നും ഈ രാജ്യത്ത് പറയുകയും ചെയ്യുന്നു. വളരെ മഹത്വവും കറാമത്തും നിറഞ്ഞ ഒരു മഖാമാണിത്. ഇവിടെ കാണാൻ ഭാഗ്യമുള്ളവർക്ക് ആ ഭാഗ്യം സർവശക്തനായ റബ്ബ് നിറവേറ്റിത്തരട്ടെ. സിയാർത്ത് എന്നത് മനസ്സിന് കുളിർമയും നന്മയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. സിയാർത്ത് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും മനസ്സിനുണ്ടാകുന്നൊരു കുളിർമ അത് വല്ലാത്തൊരു കുളിർമയാണ്. സർവശക്തനായ റബ്ബ് നമുക്ക് കണ്ണ് തന്നിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളും കാണാനും അതിൽ സന്ദർശിക്കാനുമാണ്. നമ്മുടെ മഖാം ഇവിടെ എത്താനായിരിക്കുന്നു. ഇനി അതിലെ വിശേഷങ്ങൾ പറയാം. ഇതാണ് നമ്മുടെ മഖാം. വളരെ പൗരുഷം നിറഞ്ഞ ഒരു മഖാമാണിത്. റോഡിനരികിലായാണ് ഈ മഖാം സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകൾക്കുള്ള ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ പോയ പാട് തന്നെ അവിടെയുള്ള ഭാഗങ്ങളൊക്കെ അവിടുത്തെ ഉസ്താദ് എനിക്ക് വീഡിയോ എടുക്കാൻ എന്നെ സഹായിച്ചു. ഇവിടെയാണ് മഹാൻ അവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ ചുറ്റുഭാഗവും പരിസരവും ഒക്കെ എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ്. ഇതാണ് ആ കല്ല്. ഈ ചെറിയ കല്ല് വലുതായാണ് ഒരു മീസാൻ കല്ലാണത്. ഈ കല്ല് ആദ്യ അവസ്ഥത്തെ അടിയിൽ തന്നെ ഒന്ന് പൊട്ടി വീഴുകയും ആ വീണ ഭാഗം അത് ആ പരിസരത്ത് നിൽക്കുകയും പിന്നെ വേറെയുള്ളവർക്കൊക്കെ ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ അത് മാറ്റി വെക്കുകയും ചെയ്താണ്. ഈ ഒരു ഭാഗം കല്ലാണ് അവിടെ ഉണ്ടായിരുന്നത്. വളരെ വലിയ കല്ലാണിത്. മേൽഭാഗം വരെയുണ്ടത്. ഇനി അവിടുന്ന് പുറപ്പെടുകയാണ്. ഞങ്ങൾ അമ്പംകുന്നിക്ക് പോവുകയാണ്. അമ്പംകുന്ന് ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ മഹത്വമുള്ള ഒരു മഖാമാണത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവിടുത്തെ കറാമത്തുകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവിടുന്ന് കുറച്ചൊക്കെ കിലോമീറ്റർ ഉണ്ട് അമ്പംകുന്നക്ക്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അമ്പംകുന്ന് വളരെ മഹത്തമായ ഒരു യാറാണ് കേട്ടോ. വളരെ പ്രസിദ്ധമുള്ളൊരു യാറാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിയാർത്ത്. കാരണം ഇതാകുമ്പോൾ രണ്ട് കാര്യം കിട്ടും. ടൂറുമായി സിയാർത്തുമായി.
പല കാഴ്ചകൾ കാണാം. അങ്ങനെയൊക്കെയാണ്. ചില ഭാഗങ്ങളുടെ റോഡ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം തോന്നണത്. അതിങ്ങനെ ഇളകണം പോലെ. ഇത് നമ്മൾ പമ്പങ്കുന്നക്ക് പോകാനായിക്കണ്, അവിടെ എത്താനായിക്കണ്. വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമീണമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. കാടും മലയും ഒക്കെ ഉണ്ട്, അരുവി ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല കൺകുളിർമ ഉള്ളൊരു സ്ഥലമാണിത്. ആ ഭാഗമൊക്കെ മലയാണ്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ കാട് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഒരു ചെറിയൊരു കാട് ഭാഗമായി ഉള്ളൊരു ഭാഗം ഇത് കൂടി നമ്മൾ വന്നിരുന്നു. ആ ഭാഗം ഞാൻ എടുത്തിട്ടില്ല. നേരെ ഫ്രണ്ടിലൊക്കെ കണ്ടീന മല ഇങ്ങനെ നിൽക്കണ്. നല്ല സീനറിയുള്ള സ്ഥലമാണ്. ഇവിടെ ചെറിയ ചെറിയ വീടുകൾ കുറേ ഉണ്ട്. അപൂർവമായിട്ട് വലിയ വീടുകൾ മാത്രമേ ഉള്ളൂ. അധികം ചെറിയ ചെറിയ വീടുകളാണ്. താറാവ് കൃഷി, പിന്നെ പലതര കൃഷികളൊക്കെ ഇവിടെ ഉണ്ട്. വാഴക്കൃഷി, പലതര കൃഷികളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം വറ്റിയതുകൊണ്ടുണ്ട് ഇങ്ങനെ. ഇപ്പോൾ ചൂടുകാലല്ലേ, അതുകൊണ്ടാണ് തീരെ വെള്ളമില്ലാത്തത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല സീനറി ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കച്ചവടക്കാരൊക്കെ ഈ ഭാഗത്ത് വളരെ കുറവാണ്. നമ്മൾ മാർക്കറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരം പോകണം. ടൗണൊക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ മക്കാമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാർ ഇങ്ങനെ കേട്ടോ. മിഠായി കച്ചവടം, കുട്ടികളെ കളിപ്പാട്ട കച്ചവടം, ഇങ്ങനെയുള്ള ഒക്കെ കച്ചവടമുണ്ട്. ആ ഭാഗത്ത് ചെറിയൊരു പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിരമിഡ് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോയ കുറച്ച് മുന്നേ അവിടെ നീർച്ചയായിരുന്നു. അപ്പോൾ പിരമിഡ് നിറച്ച് ലൈറ്റൊക്കെ അണിയിച്ച് നല്ല ഭംഗിയാക്കിയിരുന്നു ഇട്ടത്. നമ്മൾ വീഡിയോയിലൊക്കെ കാണാം, അമ്പംകുന്ന് എന്ന് അടിച്ചാൽ യൂട്യൂബിലൊക്കെ കാണാം. അങ്ങനെ നമ്മൾ അമ്പംകുന്ന് എത്തിയിട്ടുണ്ട്. അമ്പംകുന്ന് നല്ല പ്രസിദ്ധമായിട്ടുള്ള യാറാണ് കേട്ടോ. എല്ലാവർക്കും ഇവിടെ വരാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കാൻ പോവുകയാണ്. അവിടെ കുറേ പണിക്കാരൊക്കെ ഉണ്ട്. പന്തൽ പണിക്കാരൊക്കെ പന്തലൊക്കെ അയക്കുന്നുണ്ട്. ഇത് നമ്മൾ കൊടിമരമാണ് കേട്ടോ. ഈ കൊടിമരത്തിൻ്റെ അവിടെ ആരെന്ത് മുറാദ് വെച്ച് നടന്നാലും അത് എന്താക്കുന്നും പറഞ്ഞ് സ്വീകരിക്കുന്നും പറഞ്ഞ്. പിന്നെ അവിടെ ഞങ്ങൾ പോയപ്പോൾ പായസമൊക്കെ കൊടുത്തിരുന്നു. അവിടുത്തെ ഒരു ചെറിയ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം അവിടുത്തെ വീഡിയോ എടുക്കണ വല്ലാതെ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് വണ്ടി കയറി വേഗം പോകുന്നത് ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ
പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പല ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവരും വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ അതാ അങ്ങനെ നടന്നു പോവാണ്. ഒരു ആനൻ്റെ ഒരു പ്രതിമനൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോകളൊക്കെ എടുത്തിരുന്നു. പിന്നെ എൻ്റെ അമ്മയും ഇവരൊക്കെ അവിടെ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അവരൊക്കെ ഉമ്മാക്ക് അങ്ങോട്ട് സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുകൊണ്ട് ഉമ്മ അവിടെ ഊഞ്ഞാലയിൽ ഇരിക്കുന്നുണ്ട്. വലിയവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഊഞ്ഞാലുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. കണ്ട എൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണിത്. എൻ്റെ സഹോദരിമാർ, കാക്കാൻ്റെ ഭാര്യ, കാക്കാൻ്റെ മക്കൾ, ഏടത്തിൻ്റെ മക്കൾ, ഇവരൊക്കെ ഉണ്ട്. നല്ല ടോപ്പ് സ്ഥലമാണിത്. നല്ല ടോപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതൊന്നും പറയാനില്ല, അത്ര ഭംഗിയുണ്ട്. ഇത് നല്ല വ്യൂ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് എൻ്റെ ബ്രദർ. നല്ല ടോപ്പ് സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഡാമിൻ്റെ മുകളിൽ കയറി കണ്ടമാലി കുറേ ഉണ്ട്. ചെറിയ ചെറിയ വീടുകൾ എന്തൊക്കെയോ കാണുന്നുണ്ട് അവിടെ. ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്, എന്തൊക്കെയോ കാണുന്നുണ്ട്. കുറേ അത്യാവശ്യം കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. എൻ്റെ പൊന്നോമനയാണിത്. അവളതേ പ്രായമുള്ള ഒരാളെ കണ്ടിട്ട് അവളിങ്ങനെ അവനായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. കണ്ട അവള് നടത്തൊക്കെ പഠിച്ച് മാഷാ അല്ലാഹ്. ഇപ്പോൾ അവള് വൈകിയാണ് നടക്കലൊക്കെ തുടത്തിക്കണ്. നടത്തൊക്കെ പഠിച്ച് അവളിങ്ങനെ നടക്കാൻ തുടത്തിക്കണ്. ഇവിടെയൊക്കെ ഭയങ്കര ഓടിച്ചാടി കളിക്കണൊക്കെ ഉണ്ട് അവള്. എനിക്ക് പിടിച്ചിട്ടൊന്നും കിട്ടില്ലേന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പാർക്കിലെത്തി. പാർക്കിൽ കുറേ പിള്ളേർ കളിക്കണൊക്കെ ഉണ്ട്. പല ഐറ്റംസുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പല പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പല തരം ഉള്ള ഓരോ സാധനങ്ങളുണ്ട് ഇവിടെ. ഊഞ്ഞാലയിലൊക്കെ അങ്ങനെ ആടുന്നുണ്ടോ കുട്ടികൾ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞാനും എൻ്റെ പൊന്നമ്മനെയും പാടെ എൻ്റെ കുട്ടിയും പാടെ ഊഞ്ഞാലാടുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഊഞ്ഞാലാടണത്. ഇതിൻ്റെ സഹോദരിൻ്റെ മോളാണ്. ചോക്കാബാറൊക്കെ കഴിച്ചേക്കണം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ വേറെ ഹോട്ടലിൽ കയറിയിരുന്നു, ഫുഡൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഫോൺ അറിയാതെ വണ്ടിയിൽ വെച്ച് മറന്ന്, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിരിയാണിയാണ് കഴിച്ചത്. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. പിന്നെ ഇനി രാത്രിക്കത്തെ ഭക്ഷണം ഇതുപോലെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കണം. ഞങ്ങൾ കഴിച്ചത് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചത് നല്ലൊരു ഹോട്ടലാണ്. ഇനി ഞങ്ങൾ രാത്രി ഇപ്പോൾ 10 മണി കഴിക്കണം. 10 മണിയല്ല, ഒരു 8:45 കഴിക്കണം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഒരു ദിവസം എടുത്താണ്, വോയിസ് വേറൊരു ദിവസം വിടാണ്. കാരണം എൻ്റെ കുട്ടീൻ്റെ വലിപ്പങ്ങൾ കണ്ടില്ല. അപ്പോഴാണ് എനിക്കുണ്ടാകും വോയിസ് ഇടാൻ പറ്റണത്. എന്നായിക്കോട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു